അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാൽപ്പൂരി ഉണ്ടാക്കി നോക്കിയാലോ. പണ്ട് മുതൽ തന്നെ ചായക്കടകളൊക്കെ കാണപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് മാൽപ്പൂരി. മാൽപ്പൂരി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. പ്രത്യേകിച്ച് മധുര പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മാൽപ്പൂരി എന്തായാലും ഇഷ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റും കൂടെയാണ് കേട്ടോ ഈ മാൽപ്പൂരി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാൽപ്പൂരി എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. മാൽപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മാൽപ്പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാറില്ല. ഇതുപോലെ പഞ്ചസാര പാനിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന മാൽപ്പൂരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നമ്മളെ പഞ്ചസാരപ്പാനി ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് അതിലുള്ള പഞ്ചസാരയൊക്കെ മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ. ഇതിലുള്ള പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അതുവരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ഏലക്കായ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ തരികൾ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഞ്ചസാര പാനി ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരപ്പാനി നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചെടുക്കുകയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ മാൽപ്പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും പിടിക്കാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നിച്ച് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ലൂസ് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നിച്ച് ഒഴിച്ചെടുക്കരുത് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ചും കൂടെ ഷുഗർ സിറപ്പുള്ളൂ ബാക്കിയുള്ളത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് കറക്റ്റ് ആയിരുന്നു. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ദോശ ചുടാൻ വേണ്ടിയിട്ട് കലക്കിയെടുക്കണ പോലെ അതിലേറെ ഒന്നുകൂടി തിക്കായിട്ട് കലക്കിയെടുത്താൽ മതി. ആ ദോശക്കുള്ള അത്ര തന്നെ ലൂസ് വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ലൂസിലാണ് നമുക്ക് മാൽപ്പൂരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുകയാണ്. എള്ളിന് പകരമായിട്ട് നിങ്ങളെ കയ്യിൽ കരിഞ്ചീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണ മാൽപ്പൂരിയിൽ കരിഞ്ചീരകം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ചീരകത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മാൽപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവിൽ നിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഒരു അര മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടാട്ടോ ഈ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഈ പൂരി മുങ്ങി കിടക്കുന്ന തരത്തിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ മാൽപ്പൂരിയുടെ ചുറ്റുഭാഗത്തായിട്ട് അതിൻ്റെ അരികിലായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാൽപ്പൂരി നല്ലതുപോലെ എണ്ണ വലിച്ചെടുക്കണ ഒരു സ്വീറ്റാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. മാൽപ്പൂരി കഴിക്കുന്ന സമയത്ത് നമ്മളൊരു പേപ്പറിൽ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിലുള്ള ഓയിലൊക്കെ കുറേയൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ മാൽപ്പൂരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ അതിലേറെ നല്ലത് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ മറിച്ചിടാനും അതിൽ നിന്ന് എടുക്കാനൊക്കെ കിട്ടും. ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ആ മാൽപ്പൂരി മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദ വെച്ചിട്ട് 10 മാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാൽപ്പൂരിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാൽപ്പൂരിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.